നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കപ്പ് എണ്ണയും 1 മുട്ടയുമാണ് എടുത്തിട്ടുള്ളത്. എണ്ണ എടുക്കുമ്പോൾ സ്മെല്ലുള്ള എണ്ണയൊന്നും എടുക്കരുത്. ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഇതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. ആദ്യമേ തന്നെ ഈ മുട്ട ഒരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പിപ്പോൾ കുറച്ച് ചേർത്താൽ മതിയാകും. ആവശ്യമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിനിയൊരു 10 സെക്കൻഡ് നമുക്ക് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന എണ്ണ ചേർത്ത് അടിച്ചു കൊടുക്കണം. ആദ്യമേ തന്നെ മുഴുവൻ എണ്ണയും ഒഴിച്ചു കൊടുത്ത് അടിക്കരുത്. കുറേശ്ശെ എണ്ണ ഒഴിച്ചു കൊടുത്ത് വേണം അടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 4 തവണ ആയിട്ടാണ് എണ്ണ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 10 മുതൽ 15 സെക്കൻഡ് വരെ അടിച്ചെടുക്കാം. 3 പ്രാവശ്യം എണ്ണ ചേർത്ത് കൊടുത്ത് അടിച്ചെടുത്തപ്പോഴേക്കും മയനീസ് ഒരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിക്കാനുണ്ട്. അതിനു മുന്നേ ആയിട്ട് പുളിക്ക് ആവശ്യമായ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരിക്ക് പകരം ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള എണ്ണ കൂടി ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ മയനീസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ്. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.